സെലിബ്രിറ്റി പറയുന്ന ഹണി റോസ് ഉൾപ്പെടെയുള്ള പല ആളുകൾക്കും അനുഭവിക്കുന്ന കാര്യമാണ് ഈ ബോഡി ഷേമിങ്. ഞാനൊരാൾക്ക് ഏറ്റവും വലിയൊരു പാപം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവൻ്റെ ബോഡി ഷേമിങ്, ഇല്ലെങ്കിൽ അവൻ്റെ കളർ പറഞ്ഞിട്ടുള്ള കാര്യം, ഇല്ലെങ്കിൽ അവൻ്റെ സംസാര രീതി, ഇതൊക്കെയായിരിക്കും. അങ്ങനെ നമ്മൾ കാരണം പല ആളുകളുടെ ചിരി നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. പല ആളുകളുടെ നമ്മൾ സംസാരിക്കുന്ന ഒരു വിഷയത്തെ പറ്റി വിമർശിക്കുന്നതിന്റെ അപ്പുറത്തേക്കും നിന്നെ വ്യക്തിപരമായി വിമർശിക്കുമ്പോൾ അവർ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, നിങ്ങൾക്കത് ചെയ്യാൻ സാധിക്കുമോ? നമ്മൾ എത്ര ഭയങ്കര മനക്കെട്ടുള്ള മനുഷ്യനാണെന്ന് പറഞ്ഞാൽ അവന്റെ കോൺഫിഡൻസ് നശിപ്പിച്ച് കഴിഞ്ഞാൽ തീർന്നു. ഋഷാദിന്റെ ലൈഫിൽ എപ്പോഴെങ്കിലും ഈ പറയുന്ന രീതിയിൽ ബോഡി ഷെയ്മിങ്, അതേപോലെ തന്നെ നിറത്തിന്റെ പേരിലുള്ള ഒരു വേർതിരിവ്, ഇത് രണ്ടും എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ മാസം തികയാതെ ജനിച്ചൊരു കുട്ടിയാണ്. അപ്പോൾ ഞാൻ കൊച്ചുനാളിലൊക്കെ 4ാം ക്ലാസ്സിൽ അല്ലെങ്കിൽ 6ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഒട്ടും വെയിറ്റ് ഇല്ല. അതായത് എൻ്റെ കൂടെ പഠിക്കുന്നവരെല്ലാവരും എന്നെക്കാൾ ഹൈറ്റ് ഉണ്ടായിരുന്നു. എനിക്ക് പിന്നെ ഹൈറ്റ് വെച്ചതാണ്. എനിക്ക് അതുപോലെ ഒട്ടും ഭാരം വെയിറ്റ് ഇല്ല. ഞാൻ ഭയങ്കര എല്ല് കാണാൻ പറ്റുന്നൊക്കെ പറയുമല്ലോ, അത്രേ ഉള്ളായിരുന്നു ഞാൻ. ഇപ്പോഴും അത്രേ ഉള്ളൂ. എന്നാലും എന്നെ എല്ലാവരും കളിയാക്കും, നീ എന്ത് ഇച്ചിരി ഉള്ളല്ലോ, നീ എന്ത് ഇച്ചിരി ഉള്ളല്ലോ, ഇതെന്തോ എല്ലൊക്കെ ഇപ്പോൾ തൊട്ടാ നീ പറഞ്ഞു പോലും, ഇങ്ങനെയൊക്കെ എന്നെ ഒരുപാട് പേര് തളർത്തിയിട്ടുണ്ട്. അപ്പോൾ അതെനിക്ക് പേഴ്സണലായിട്ട് ഒരുപാട് വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട് ആ സമയത്ത്. അതുകൊണ്ട് ഞാൻ എൻ്റെ കൊച്ചുപ്രായത്തിലൊക്കെ ടീഷർട്ട് മാത്രമേ ഇടൂ, ഫുൾ കൈ ടീഷർട്ട് എടുത്തുള്ളൂ. എനിക്കിതൊന്നും പുറത്ത് കാണിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോഴും എന്നെ സംബന്ധിച്ചിടത്തോളം ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പുറത്തൊക്കെ ഇല്ലെങ്കിൽ ഇപ്പോൾ നാട്ടിൽ നിന്ന് ഒരുപാട് നാൾ കഴിഞ്ഞിട്ട് വന്നിട്ട് പിന്നെ തിരിച്ച് നാട്ടിൽ പോകുമ്പോൾ ഓരോരുത്തർ ചോദിക്കുന്നതാണ്, നീ കറുത്തു പോയല്ലോ, എറണാകുളത്ത് നിന്ന് പോയിട്ട് വന്നപ്പോഴത്തേക്ക് നീ കറുത്തു, നീ അങ്ങ് ക്ഷീണിച്ചു, അങ്ങ് മെലിഞ്ഞു പോയല്ലോ. ഇതൊക്കെ എനിക്ക് ഒരുപാട് തവണ എൻ്റെ അടുത്ത് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്കറിയാം അതിൻ്റെ ഫീലിങ്സ് എന്താണെന്ന്. ഇതിന്റെ അപ്പുറത്തേക്കും നമ്മളോടിത് പറയുന്ന ഒരു കൂട്ടം ഒരു ആൾക്കാരുണ്ടാവും. ഇത് തന്നെ നമ്മളുടെ ഈ പറയുന്ന സ്വപ്നങ്ങൾക്ക് ഒരു വിലങ്ങുതടിയായിട്ട് മാറുന്ന സമയത്ത് എന്നുവെച്ചാൽ ഒരു പാട്രിയാർക്കിക്കൽ രീതിയുണ്ട്, ഇങ്ങനെ ആകണം ഒരു പുരുഷ സങ്കല്പം, സ്ത്രീ സങ്കല്പം എന്നൊരു രീതിയുണ്ട്. ഇതിൻ്റെ അപ്പുറത്തേക്കും ഒരാളിപ്പോൾ സോഷ്യൽ മീഡിയയിലാണെങ്കിൽ തന്നെ ഒരേ പാട്ട് തന്നെ, അത് ഋഷാദ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, കുറച്ച് ഈ പറയുന്ന മസ്കുലൈൻ ഇല്ല അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു ബോയ് ചെയ്യുമ്പോഴും ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരാൾ ചെയ്യുമ്പോഴും രണ്ട് ഡിഫറെന്റ് രീതിയിലായിരിക്കും ആൾക്കാർ സ്വീകരിക്കുന്നത്. അതേപോലെ സ്ത്രീകളുടെ കാര്യത്തിലാണെങ്കിലും ലൈക്കുകളുടെ വ്യത്യാസം, ഈ പറയുന്ന സപ്പോർട്ടിന്റെ വ്യത്യാസം കൂടുതലായിട്ടും ഇവരൊക്കെ ചെയ്യുമ്പോൾ കുറെ അധികം ബോഡി ഷെയ്മിങ്ങുകളും ആ രീതിയിലുള്ള ഒരു കമന്റ് സെക്ഷൻ ആയിരിക്കും നമുക്ക് കാണാൻ പറ്റും. ഒരുപാട് സെലിബ്രിറ്റി പറയുന്ന ഹണി റോസ് ഉൾപ്പെടെയുള്ള പല ആളുകൾക്കും അനുഭവിക്കുന്ന കാര്യമാണ് ഈ ബോഡി ഷെയ്മിങ്. കമ്പാരിസൺ ചെയ്യുക, കാരണം ഈ നടിയെ കണ്ടില്ലേ, ഇവർ അത്ര മാന്യത എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ മാന്യത എന്ന് പറയുന്നത് നമ്മളുടെ രൂപത്തിൽ നിന്നുണ്ടാവുന്നതാണോ? അത് നമ്മുടെ ഏറ്റവും കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും നമ്മൾ ഒരു പൊതുസമൂഹത്തിൽ നമ്മൾ പ്രസന്റ് ചെയ്യുന്നത്. ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ അവനെ തളർത്തി ഞാനൊരാൾക്ക് ഏറ്റവും വലിയൊരു പാപം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവന്റെ ബോഡി ഷേമിങ്, ഇല്ലെങ്കിൽ അവന്റെ കളർ പറഞ്ഞിട്ടുള്ള കാര്യം, ഇല്ലെങ്കിൽ അവന്റെ സംസാര രീതി, ഇതൊക്കെ ആയിരിക്കും. ഈ മിമിക്രിക്കാരാണെങ്കിൽ ചിലപ്പോൾ സ്വാഭാവികമായിട്ട് ഞാനിപ്പോൾ ഒരാളെ ഇമിറ്റേറ്റ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ഫണ്ണായിട്ട് നമ്മൾ ചേർക്കും. അത് കാണുന്ന ആളുകൾക്ക് ഒരു ഫണ്ണ് വരാൻ വേണ്ടിയിട്ടാണ്. വെള്ളാപ്പള്ളി നടേശൻ്റെ സൗണ്ട് ആണെങ്കിലും ഇപ്പം ഡയറക്ടർ ലാലിൻ്റെ സൗണ്ടൊക്കെ ചെയ്യുമ്പോഴും പല ആളുകളും അങ്ങനെയൊക്കെ ചെയ്യും. അതൊക്കെ ഒരു കോമഡിക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷെ അല്ലാതെ ഒരാളെ പേഴ്സണലായിട്ട് അയാൾ നമ്മുടെ അടുത്ത് സംസാരിക്കുമ്പോൾ അവന് കൊഞ്ഞുണ്ട്, ഇല്ലെങ്കിൽ അവൻ സംസാരിക്കും അവൻ്റെ തൊണ്ടയിൽ ഇതുപോലെയാണ്, ഇല്ലെങ്കിൽ അവൻ്റെ പല്ല് കണ്ടോ, നീ അവൻ്റെ പല്ല്, നിന്റെ ചിരി എന്തൊരു കൊള്ളാളേ, നീ ചിരിക്കല്ലേ, നീ വാടച്ച്. അതിന്റെ ഏറ്റവും വലിയ രസം എന്താണെന്നറിയോ, ഇപ്പൊ ഋഷാദ് ഒരു കാര്യം ചെയ്യുമ്പോഴായിരിക്കും ഋഷാദിന് അത്തരത്തിലുള്ള ഷെയ്മിങ് നടത്തുന്നത്, ഇപ്പൊ രൂപം കൊണ്ട് ആ ഷെയ്മിങ് നടത്തുന്നത്. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്കത് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്നൊരു വലിയൊരു ചോദ്യമാണ്. ഇപ്പോൾ നമ്മളൊരു ആൾ ചെയ്യുന്നൊരു ഡാൻസ് പെർഫോമൻസ് ആണെങ്കിലും അതിൻ്റെ അപ്പുറത്തേക്ക് ഒരാൾ പാട്ട് പാടുക, ഒരു സ്റ്റേജിൽ കയറി നിൽക്കുക, ഇത്ര ആൾക്കാരെ അഭിമുഖീകരിച്ച് നീ ഒരു കാര്യം ചെയ്യുക, അല്ലെങ്കിൽ നീ ഒരു കാര്യത്തെ പറ്റിയിട്ട് വിശദമായി സംസാരിക്കുക, ഇതിന്റെ അകത്ത് വന്നിട്ടായിരിക്കും വിമർശനങ്ങൾ നടത്തുന്നത്. നമ്മൾ സംസാരിക്കുന്ന ഒരു വിഷയത്തെ പറ്റി വിമർശിക്കുന്നതിന്റെ അപ്പുറത്തേക്കും നിന്നെ വ്യക്തിപരമായി വിമർശിക്കുമ്പോൾ അവർ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, നിങ്ങൾക്കത് ചെയ്യാൻ സാധിക്കുമോ? എനിക്കത് ചെയ്യാൻ പറ്റാതെ ഞാനൊരു മുറിക്കകത്ത് അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഒരു സേഫ് സോണിൽ ഇരുന്നിട്ട് ഞാനിരുന്ന് നിന്നെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക, എന്നെ കൊണ്ട് അതൊരിക്കലും ചെയ്യാനും പറ്റില്ല. പക്ഷെ ചെയ്യുന്ന നിന്നെ ഈ പറയുന്ന കാര്യം കൊണ്ട് മാനസികമായി തളർത്തുക, ഇതാണ് ആ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. ഞാൻ കണ്ടിട്ടുണ്ട്, നമ്മുടെ അല്ലു അർജുന്റെ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. പുള്ളിക്കാരൻ ഒരു അവാർഡ് ഫംഗ്ഷൻ എന്തോ കോമഡി സ്കിറ്റ് കണ്ടിട്ട് പുള്ളിക്കാരെ പൊട്ടിച്ചിരിക്കുകയാണ്, ഭയങ്കരമായിട്ട് ചിരിക്കുക. ആ സാധനം സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേര് അതിനെ ട്രോളി, ഒരുപാട് മീംസ് ഇറങ്ങി, ഒരുപാട് ട്രോളായിട്ട് വന്നു. അല്ലു അർജുന്റെ ഈ സാധനം സ്റ്റിക്കറൊക്കെ ആയിട്ട് പുള്ളിക്ക് പൊങ്കാലയായിരുന്നു. അതിനുശേഷം പുള്ളി അതുപോലെ ഒരു വലിയൊരു അവാർഡ് ഫംഗ്ഷന് വലിയൊരു അടിപൊളി ഒരു കോമഡി നടന്നപ്പോൾ പുള്ളി ഇങ്ങനെ പൊത്തിപ്പിടിക്കുകയാണ് ഈ സാധനം, ഇത് അതുപോലെ ആവാതിരിക്കാൻ വേണ്ടി അത് ഹൈഡ് ചെയ്ത് വെക്കുകയാണ്.
അങ്ങനെ നമ്മൾ കാരണം പല ആളുകളുടെ ചിരി നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. പല ആളുകളുടെ നമ്മൾ കളിയാക്കി നമ്മൾ ചിലപ്പം നമ്മളൊരു ഗ്യാങ് ഒരു സെറ്റപ്പ് ചെയ്തിട്ട് നമ്മൾ ചുമ്മാ ഒരു ഫണ്ണായിട്ട് പറയുന്നതായിരിക്കും, ഇത് എന്തുവാടാ ചുമ്മാ, നമുക്കപ്പോൾ അതൊരു കോമഡി ആയിരിക്കും. പക്ഷെ ഒരാൾ ഒറ്റയ്ക്ക് ടാർഗറ്റ് ചെയ്ത് അയാളെ കുറ്റപ്പെടുത്തുമ്പോൾ അല്ലെങ്കിൽ അയാളെ കളിയാക്കുമ്പോൾ അയാൾ നേരിടുന്ന ഒരുപാട് മെന്റലായിട്ടുള്ള കാര്യങ്ങളുണ്ട്. നമ്മളെപ്പോലെ ചിന്തിക്കുമായിരിക്കത്തില്ലല്ലോ എതിരെ നിൽക്കുന്ന ആൾ. ചിലപ്പോൾ ഒരിക്കലും നമ്മൾ കാരണം ഒരാളുടെ സന്തോഷം നഷ്ടപ്പെടുത്തുക അല്ലെങ്കിൽ അയാളുടെ കോൺഫിഡൻസ് കളയുക, അതാണ് ഏറ്റവും വലിയ മോശമായിട്ടുള്ള ഈ കാര്യം. വീടുകളുടെ അത് സംഭവിക്കുന്നത്. കാരണം ഇപ്പോൾ ഒരു കുട്ടിക്ക് രണ്ട് കുട്ടികൾ തമ്മിൽ കമ്പയർ ചെയ്ത് സംസാരിക്കുക, അതേപോലെ സ്കൂളുകളിൽ തന്നെ ഒരേ പേരുള്ള നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഇതൊക്കെ റിയൽ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. ഒരേ പേരുള്ള രണ്ട് കുട്ടികളെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഇപ്പൊ കളർ ഡിഫറൻസ് ഉണ്ടെങ്കിൽ കറുത്ത കുട്ടി ആ വെളുത്ത കുട്ടി അത് വെച്ചിട്ട് ഇപ്പൊ ഒരേ പേരുള്ള 2 പേര്, അനൂപ്, കറുത്ത അനൂപ്, വെളുത്ത അനൂപ്, ഇല്ലെങ്കിൽ തടിയൻ അനൂപ്, മെലിഞ്ഞ അനൂപ്, ഇങ്ങനെയൊക്കെ ബോഡി ഷേമിങ് വെച്ചിട്ട് അവരെ ചിലപ്പോൾ വേർതിരിക്കും. ഇനി എന്തെങ്കിലും ഈ പറയുന്ന രീതിയിൽ കുറവുകൾ ഉണ്ടെങ്കിൽ, ഇപ്പൊ കുറച്ച് മുടന്തുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ പറയുന്ന നൊണ്ടിക്കാലൻ, ഇങ്ങനെയൊക്കെയുള്ള പേര് ഇപ്പൊ നമ്മളൊരാളെ എന്താ പറയാ, അവന് മാനസികമായിട്ട് അവന്റെ മനസ്സിലിപ്പോൾ ഓടുന്ന എന്താണെന്ന് അവന് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. ഞാൻ ഒരു വീഡിയോ കണ്ടതാണ്. ഒരു കൊച്ചു പയ്യനെ 2 പയ്യന്മാർ പിടിച്ചിട്ട് പേടിപ്പിക്കുക, നിന്നെ ഞാൻ തട്ടിക്കൊണ്ടുപോകാൻ പോവാ, നിന്നെ ഇപ്പം ഞാൻ കൊണ്ടുപോകും, നിന്നെ ഞാൻ കൊല്ലും, അങ്ങനെ. അപ്പോൾ ആ ചെറുക്ക് ഇരുന്ന് കരയുക ഭയങ്കരമായിട്ട്. അത് ഇവന്മാരവിടെ ഇരുന്ന് ചിരിച്ചോണ്ട് ഇവന്മാർ വീഡിയോ എടുക്കുകയാണ് ഭയങ്കരമായിട്ട്. അപ്പം അതിൻ്റെ മെൻ്റലപ്പം ചത്ത് കാണും ആ അവസ്ഥയിൽ. പക്ഷെ അപ്പോൾ ഇതിനകത്ത് ഞാൻ കമൻ്റ് ഒക്കെ നോക്കിയപ്പോൾ എല്ലാവരും ചിരിക്കുന്ന ഇമോജിയാണ് ഇടുന്നത്. അപ്പം ഞാൻ ആലോചിച്ചത് ആ പയ്യൻ്റെ മൈൻഡ് സെറ്റപ്പ് എന്തായിരിക്കും എന്നുള്ളതാണ്. ഇവർ വിചാരിക്കുന്ന പോലെ അല്ല എതിരെ നിൽക്കുന്ന ആളെപ്പോഴും ഉണ്ടാവുക. നമ്മളൊരാളെ തളർത്തുന്നില്ല, ഒരാളെ പേടിപ്പിക്കുന്നത്, ഇതൊക്കെ അവർക്ക് ഒരുപാട് ചിന്തിക്കാൻ അവർ സ്വന്തമായിട്ട് വിചാരിക്കുക, എന്നെ കൊണ്ട് ഇതൊന്നും പറ്റൂല, എന്നെ കാണാൻ കൊള്ളൂല, എനിക്ക് വർണ്ണമില്ല, എല്ലാവരും എന്നെക്കാളും നല്ലതാണ്. ഈ സാധനം വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടാവില്ല. കോൺഫിഡൻസ് ഇല്ലേ പിന്നെ നമുക്ക് എന്താ ഉണ്ടാവുക? ഈ കോൺഫിഡൻസ് തന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ കളയുകയാണെങ്കിൽ ബാക്കിയെല്ലാം നമുക്ക് എങ്ങനെയെങ്കിലൊക്കെ ഈ ഏതെങ്കിലും ഒരു പരിചയമില്ലാത്ത ആൾക്കാരൊക്കെ വന്ന് നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അത്രയും നമുക്ക് കേട്ട് കഴിഞ്ഞാൽ ചെറിയ വിഷമം ഉണ്ടാവും. ഒരു പരിചയമില്ലാത്ത വലിയ രീതിയിൽ നമ്മളത് ബാധിക്കത്തില്ല. പക്ഷെ നമ്മുടെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട് സർക്കിളിനകത്ത് നിന്ന് അതേപോലെ തന്നെ ഫാമിലിക്കകത്ത് നിന്ന് ഒരു പരിചയമില്ലാത്ത റിലേറ്റീവ്സ് ഒക്കെ വന്നിട്ട് നീ അങ്ങ് മോശമായി പോയല്ലോ. അയ്യോ, അത് ഏറ്റവും കൂടുതൽ നമ്മളെ അനുഭവിക്കുന്ന ഒരു കാര്യമാണത്. നമ്മളിപ്പോൾ പുറത്തൊക്കെ പോയി 2 മാസം കഴിഞ്ഞ് അല്ലെങ്കിൽ 1 മാസം കഴിഞ്ഞ് നമ്മുടെ വീട്ടുകാരെ കാണാൻ വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരെ കാണാൻ വേണ്ടിയിട്ട് വരുമ്പോൾ, അയ്യോ കറുത്തല്ലോടാ നീ അങ്ങ്, ശേ ഇവിടുന്ന് പോയപ്പോൾ ഇങ്ങനെ നല്ലായിരുന്നല്ലോ, നീ അങ്ങ് മെലിഞ്ഞ് ഉണങ്ങിപ്പോയി, നീ അങ്ങ് ക്ഷീണിച്ചു പോയല്ലോ. ഇതൊക്കെ അവർക്ക് പറയുമ്പോൾ ചിലപ്പോൾ അവർ വേറെ ഒന്നും മനസ്സിൽ കാണില്ല. സ്നേഹം അവർക്കുണ്ടെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന നമുക്ക് ഫിറ്റ്നസ് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ജിമ്മിൽ പോകാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള കുറെ ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ, ഇത് വാങ്ങി തരാനുള്ള ഒരു നല്ലൊരു പേയ്മെന്റ് നിങ്ങൾ തരിക. എന്നിട്ട് ഇത് തന്നിട്ട് പറയുക മക്കൾ ഇങ്ങനെയൊക്കെ ചെയ്യ്, നമുക്ക് പറയണം എടാ നീ ജിമ്മിൽ പോയി നോക്ക്, അടിപൊളിയായിരിക്കും, നീ എന്നിട്ട് ഈ പൈസ തരണം നമുക്ക്. അല്ലാതെ ഇരുന്ന് കുറ്റം പറയാൻ എല്ലാവർക്കും പറ്റും, കുറ്റം പറയാൻ. ഈ പറയുന്ന ആള് മെലിഞ്ഞുണങ്ങി അങ്ങ് ഇതായിട്ടിരിക്കുമായിരിക്കും, ചിലപ്പോൾ കാറ്റത്ത് പറഞ്ഞുകൊണ്ട് ആളുകളായിരിക്കും പറയുന്നത്. പക്ഷെ നമ്മുടെ അടുത്ത് വന്നിട്ട് പറയുമ്പോൾ നമ്മളങ്ങ് ഇല്ലാണ്ടാവും, നമുക്കൊന്നും പറയാൻ പറ്റൂല. പല ആളുകൾ മനഃപൂർവ്വം തളർത്തും. ചില ആളിപ്പോൾ എനിക്ക് ഒരാൾ തന്നെ കണ്ടുകൂടാ, ഇതുവാടെ നീ ഇതായിപ്പോയല്ലേ, നിന്റെ ഡ്രസ്സിങ് ഒക്കെ നോക്കിയാ അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് തളർത്തും. നമ്മൾ എത്ര ഭയങ്കര മനക്കെട്ടുള്ള മനുഷ്യനാണെന്ന് പറഞ്ഞാൽ അവൻ്റെ കോൺഫിഡൻസ് നശിപ്പിച്ച് കഴിഞ്ഞാൽ തീർന്നു. അത് നശിപ്പിക്കരുത്, അതാണ് ഏറ്റവും വലിയ പാപം. നമ്മളൊരാളുടെ അടുത്ത് ചെയ്തു കൊടുക്കുന്ന പാപമായിരിക്കും. ഇപ്പോൾ ഒരു നല്ലപോലെ പാട്ട് പാടുന്ന ഒരുത്തനാണെന്ന് വിചാരിച്ചു, പാട്ട് പാടാത്ത ഒരാളാണെങ്കിൽ നമ്മൾ ഒരിക്കലും സപ്പോർട്ട് ചെയ്യരുത്. നീ സൂപ്പറായിട്ട് പാടി കളിയാ, അതിൻ്റെ പാട്ട് കിടിലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ വേറെ ഏതൊരു വലിയ പ്രോഗ്രാമിന് പോയി പാടിക്കൊള്ളുവായി പൊട്ടിപ്പോവും. അവരുടെ അടുത്ത് പറഞ്ഞു, എനിക്ക് നീ കുറച്ചുകൂടെ പാട്ട് പഠിച്ചാൽ നീ അടിപൊളിയായിരിക്കും, നീ പാടുന്നത് എനിക്ക് പാടാനുള്ള കഴിവുണ്ട്, പക്ഷെ നീ കുറച്ചുകൂടെ അത് പാടാൻ ശ്രമിക്കില്ലേ, കുറച്ചുകൂടെ പ്രാക്ടീസ് ചെയ്യും, അടിപൊളിയാവും, അങ്ങനെ പറഞ്ഞു കൊടുക്കണം. അങ്ങനെ വേണം. നമ്മുടെ ഏറ്റവും അടുത്ത കൂട്ടരാണെങ്കിൽ അങ്ങനെ ആയിരിക്കണം. ഒരുപാട് അങ്ങ് പൂഴ്ത്തി വിടാനും പാടില്ല, എന്ന് വെച്ചാൽ ഒരുപാട് അങ്ങ് തളർത്താനും പാടില്ല. ഇവിടെ നടക്കുന്നത് എങ്ങനെ, 100-ൽ 90% ആളുകളും നിനക്ക് കഴിവില്ല കളിയായിരിക്കും, നീ എന്തിന് പാടറ, ഇതൊന്നും നിന്നെ കൊണ്ട് പറ്റും, ഇങ്ങനെ ആയിരിക്കും പല ആളുകളും പറയുന്നത്. ഇങ്ങനെയല്ല നമ്മൾ പറയാം, നമ്മൾ സപ്പോർട്ട് ചെയ്യുക, നമ്മുടെ കൂട്ടുകാരാണ് ഇല്ലെങ്കിൽ നമ്മുടെ പരിചയക്കാരാണ്. ഒരാൾ നമുക്ക് നമ്മൾ കാരണം ഒരാളും വിഷമിക്കരുതെന്നാണ് നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹമെങ്കിൽ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പരിശ്രമിക്കുക.